ഹലോ ഗൈസ്, ജിദ്ദൂസ് ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോൾ റൈസർ എങ്ങനെ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫോർക്ക്, കോൺസെറ്റ്, ബോൾ റൈസർ എന്നൊക്കെ പറയും. അതെങ്ങനെ ടൈറ്റ് ചെയ്യാമെന്ന്. ഇത് നമ്മളിപ്പോൾ ബോൾ റൈസർ പുതിയത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാൽ, ഒരു 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ബോൾ റൈസർ ടൈറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്യാതെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇട്ടിട്ടുള്ള ബോൾ റൈസറിൻ്റെ ലൈഫ് നന്നായിട്ട് കുറയും. അപ്പോൾ അടിപ്പ് വരരുത്. സൗണ്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടും ടൈറ്റ് ചെയ്യണ്ട, ആ സൗണ്ട് വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലൈഫ് ഇതിന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഇതാണ് കോൺസെറ്റിൻ്റെ നെറ്റ് വരുന്നത്. ഇതാണ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ നെറ്റ്. ഇതിൻ്റെ ലോക്ക് നെറ്റാണ് വരുന്നത്. പിന്നെ ഇടയിൽ ഒരു റബ്ബർ വാഷർ, ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം നമുക്ക് ഇത് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഈ 10 സൈസിലുള്ള 2 ബോൾട്ട് വരുന്നുണ്ട് 2 സൈഡിലും. അതും ലൂസ് ചെയ്ത് കൊടുക്കണം. അത് ലൂസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗമാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ ഒരു ഹാമറും വെച്ച് ജസ്റ്റ് തട്ടി ടൈറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂളാണ്. ഇതൊന്നുമല്ല, ഇത് എല്ലാ ബോൾട്ടും അഴിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. 8 ബോൾട്ടെല്ലാം അഴിക്കാം, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്യാം. തട്ടി ടൈറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈറ്റ് വരില്ല. അതാ തട്ടുന്ന സമയത്ത് ടൈറ്റ് ആവും, വീണ്ടും ശബ്ദം വരും. ഇതാകുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ശരിക്ക് എന്താ പറയുക, ബോൾ റൈസർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൂള് വരുന്നുണ്ട്. അത് നമ്മളവിടെ ഷോപ്പിലൊന്നും സിംപ്ലി അവൈലബിൾ അല്ല. ഓൺലൈൻ നോക്കുമ്പോഴും കറക്റ്റായിട്ടൊരു ടൂള് കിട്ടാനില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഓപ്ഷനാണിത്. ഇത് വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. 27 സൈസിലുള്ള സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്കിത് ഫസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ റിങ് അല്ലാന്നുണ്ടെങ്കിൽ സോക്കറ്റോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ എൻ്റെ അടുത്ത് ഡബിൾ ലൈൻ സ്പാനറേ ഉള്ളൂ, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ലൂസ് ചെയ്ത് കൊടുക്കും. ഇത് ലൂസ് ചെയ്ത് കൊടുക്കാൻ നിർബന്ധമില്ല. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടീ സ്റ്റമ്പ് മേളിലെ ഇത് കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബോൾ റൈസർ ടൈറ്റ് ചെയ്യാൻ വേണ്ടത് സൈഡിലേക്ക് ഫുള്ളായിട്ട് ഒടിച്ചു വെക്കാം. എന്താ കാണുന്ന പോലെ ഇതിനകത്തേക്ക് ഇത് പിടിപ്പിക്കാം. അങ്ങനെ ജസ്റ്റ് കൊളത്തി വെച്ചാൽ മതി. അതായത് ഇത് ബോൾ റൈസറിൽ നെറ്റിൽ കണക്ട് ചെയ്യുക. അതുപോലെ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് കൊളത്തി വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് വലിയൊരു അടിപ്പൊന്നുമില്ല, ചെറിയ അടിപ്പുള്ളൂ. അതുകൊണ്ട് ചെറിയ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് അതുപോലെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആവണം. ഈ ഒരു രീതിയിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഹാൻഡിലിങ്ങിനെ ബാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും ഇതുപോലെ സ്റ്റെപ്പായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ ബോൾ റൈസർ മാറാനായിട്ടുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യാനായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീസ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് റീസെൻ്റ്ലി മാറ്റിയ ബോൾ റൈസറാണ്. അതുകൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചെടുത്ത ബോൾട്ട് 3 തിരിച്ച് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സെൻറ്ററിൽ ഈ ഒരു നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്യുക. മാക്സിമം ടൈറ്റാക്കി വെക്കുക. കാരണം അത് ലൂസായി കഴിഞ്ഞാലും ബോൾ റൈസർ അടിക്കുക. അപ്പോൾ അത് ഡബിൾ എൻഡിന് പകരം ഒരു റിംഗ് സ്പാനറോ സോക്കറ്റ് സ്പാനറോ യൂസ് ചെയ്യാൻ പറ്റിയാൽ ഒന്നുകൂടെ നല്ലത്. ഡബിൾ എൻഡ് ആകുമ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലെ 10 കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയാണ്.
ഇത്രയാണ് ബോൾ റേസർ ടൈറ്റ് ചെയ്യാനുള്ള വർക്ക് വരുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം മൂവ്മെൻറ്റ് കറക്റ്റാണെന്നുള്ളത്. മൂവ്മെൻറ്റ് കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുപ്പില്ല, അതായത് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, സൗണ്ട് വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.